Good evening, students. Today we will discuss the personality of Lycopodium patient. So the main theme of Lycopodium has to do is with cowardice. അതായത് ബേസിക്കലി ഒരു കവേർഡായിരിക്കും ലൈക്കോപോഡിയം പേഷ്യൻ്റ്. പക്ഷേ പുറമേ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും ഒരു എക്സ്ട്രോവേർട്ടായിട്ടായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അതിൻ്റെ മെയിൻ തീം ഓഫ് ലൈക്കോപോഡിയം അവരുടെ എല്ലാ സിംറ്റംസും അവരുടെ ഈ സിംറ്റംസിൻ്റെ പതോളജി പല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റേജസ് ആയിട്ട് നമ്മൾ അത് പറയുവാണെങ്കിൽ അവരുടെ ബേസിക് പതോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻറ്റേർണലി ഉള്ള ഒരു ഇൻഅഡിക്വേറ്റ് ആണെന്നുള്ളൊരു ഫീലിംഗ് ആണ്, ഇൻഅഡിക്വസി, എ ഫീലിംഗ് ഓഫ് ഇൻഅഡിക്വസി. പക്ഷേ അവർ എക്സ്റ്റേണലി വളരെ സുപ്പീരിയർ ആയിട്ടായിരിക്കും, ഡോമിനറിങ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ദ കീ തീം ഇൻ ലൈക്കോപോഡിയം ഹാസ് ടു ഡു വിത്ത് കവേർഡൈസ്. പിന്നെ ഇൻസൈഡ് ദ ലൈക്കോപോഡിയം പേഷ്യൻസ് ആർ കോൺസ്റ്റൻ്റ്ലി കണ്ടൻറ്റിങ് വിത്ത് ദെയർ കവേർഡൈസ്. അവരുടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കവേർഡൈസ് തന്നെയാണ്. അത് മോറൽ സൈഡിലാണെങ്കിലും സോഷ്യൽ ആൻഡ് ഫിസിക്കൽ. മോറൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൊസൈറ്റിയിലുള്ള അവരുടെ മോറൽസ്. ഇപ്പോൾ പുറമെ വളരെ മോറലൊക്കെ ഉള്ള ആളായിരിക്കും, ലൈക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ബിഷപ്പൊക്കെ ആയിരിക്കാം, പക്ഷേ അയാളുടെ ഇൻറ്റേർണലി അയാൾ അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അങ്ങനെ പുറമെ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ വേറൊരാളായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈക്കോപോഡിയം പേഷ്യൻസ് അങ്ങനെ ആയിരിക്കും. അതായത് അവർ ഉള്ളിൽ ഭയങ്കര ഭീരുവായിരിക്കും, മോറൽ സൈഡിൽ വീക്കായിരിക്കാം. പക്ഷേ എക്സ്റ്റേണലി അവർ പ്രസൻറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും. സോ ദ ലൈക്കോപോഡിയം പേഷ്യൻസ് ആർ കോൺസ്റ്റൻ്റ്ലി കണ്ടൻറ്റിങ് വിത്ത് കവേർഡൈസ്, മോറൽ, എസ്പെഷ്യലി മോറൽ, സോഷ്യൽ ആൻഡ് ദെയർ ഫിസിക്കൽ സൈഡ്. ഫിസിക്കലി അവർ വീക്കായിരിക്കും. അപ്പോൾ നമ്മൾ ലൈക്കോപോഡിയത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്താണ് ലൈക്കോപോഡിയം പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലി ടു കീനാണ്, പക്ഷേ ഫിസിക്കലി വീക്കായിരിക്കും. വളരെ കീനായിട്ടുള്ള പേഴ്സണാണ് ഇൻ്റലക്ച്വലി, പക്ഷേ ഫിസിക്കലി അവർ വളരെ വീക്കായിരിക്കും. They feel themselves to be weak and inadequate, incapable of fulfilling their responsibilities in life, so they avoid responsibility. ഇതിൻ്റെ കീനോട്ടാണ് ലൈക്കോപോഡിയത്തിൻ്റെ മൈൻഡിൻ്റെ. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഫീലിംഗ് ഓഫ് ഇൻഅഡിക്വസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേ വോണ്ട് ടേക്ക് എനി റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റീസ് അവരെ സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് ഒരു മാരേജിൽ എൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുവാണെങ്കിൽ ആ സ്പോട്ടിൽ ലൈക്കോപോഡിയം പേഷ്യൻ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് they feel themselves to be weak and inadequate and incapable of fulfilling their responsibilities in life, and so they avoid responsible. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ലൈക്കോപോഡിയത്തിൻ്റെ റിലേഷൻസൊക്കെ തന്നെ ഒരു സൂപ്പർഫിഷ്യൽ ലൈനിൽ മാത്രമേ, ഡീപ്പായിട്ടുള്ള റിലേഷൻസ് ഇവർ കീപ്പ് ചെയ്യില്ല. ബേസിക്കലി ഒരു കവേർഡാണ്. അതിൻ്റെ കവേർഡൈസ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫീലിംഗ് ഓഫ് ഇൻഅഡിക്വസി. ആ ഫീലിംഗ് ഓഫ് ഇൻഅഡിക്വസി കൊണ്ടാണ് എന്താണ് they won't take any responsibility. They will be skipping the responsibilities in their life. പക്ഷേ ഇവരുടെ ഇവരുടെ ഇൻറ്റേർണലി ഉള്ള ഒരു കോംപ്ലക്സ് ആണ്. ഇനി ഇവർ എക്സ്റ്റേണലി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ ബാലരമയിലൊരു ക്യാരക്ടറുണ്ട് ശിക്കാരി ശംഭു. അതെന്ന് വെച്ചാൽ ബേസിക്കലി അയാൾ ഭയങ്കര കവേർഡാണ്, പക്ഷേ അയാൾ വളരെ ധൈര്യമുള്ള ആളായിട്ട് ഭയങ്കര വലിയൊരു ഒരു വേട്ടക്കാരനായിട്ടാണ് നമ്മൾ ആ കഥയിൽ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ലൈക്കോപോഡിയം പേഷ്യൻ്റ് ദേ എക്സ്റ്റേണലി however the lycopodium patient may present to the world as an image of capability, extroverted, friendliness and courage. എക്സ്റ്റേണലി അവർ കാണിക്കുന്ന അവരുടെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇമേജ് ഓഫ് കാപ്പബിലിറ്റി, എക്സ്ട്രോവേർട്ടഡ്, ഫ്രണ്ട്ലിനെസ് ആൻഡ് കറേജ്. ബേസിക്കലി ലൈക്കോപോഡിയം പേഷ്യൻ്റ് ഒരു ലോണറാണ്, പക്ഷേ ലോണർ ആണെങ്കിൽ പോലും കവേർഡാണ്. അപ്പോൾ അയാൾക്ക് അത്ര ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് അയാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഹി ഓൾവേസ് വാണ്ട് അനദർ പേഴ്സൺ ഇൻ ദ നെക്സ്റ്റ് റൂമിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ കംഫർട്ടബിളാണ്. സ്വന്തം റൂമിൽ ഒരാളുണ്ടാകുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അയാൾക്ക് ഒരാളോട് സംസാരിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇത്തിരി സോളിറ്റ്യൂഡ് ഡിസയർ ആണ്. പക്ഷേ ബിസ്മത്തൊക്കെ എങ്ങനെയാണ്, അവർക്ക് എപ്പോഴും ഒരാൾ അടുത്ത് തന്നെ വേണം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് റൂമിൽ നെക്സ്റ്റ് റൂമിൽ ആളുണ്ടായാൽ മതി, സ്വന്തം റൂമിൽ ആൾ വേണമെന്നില്ല. അതാണ് ലൈക്കോപോഡിയം പേഷ്യൻ്റ്. So, externally, however, the lycopodium patient may present to the world an image of capability and an extrovertedness, friendliness and courage. ഒരു ചിക്കാരി ശംഭുവാണ് ലൈക്കോപോഡിയം പേഷ്യൻ്റ്. ഇനി അവരുടെ സിംറ്റംസ് നമുക്ക് മൈൻഡ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പറയുവാണെങ്കിൽ, ലൈക്കോപോഡിയം പേഷ്യൻ്റ് വാണ്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിസിഷൻ. ഈ ഇൻഡിസിഷനാണ് പുൾസിന ആ ഒരു ഇൻഡിസിസീവാണ് അവരുടെ ഒരു നേച്ചർ. പിന്നെ ടിമിഡിറ്റി, നെർവസ് ആയിട്ട്, ലോസ് ഓഫ് കോൺഫിഡൻസ് ഇൻ ഹിംസെൽഫ് ആൻഡ് ഇൻ എവറിത്തിങ്സ്. പിന്നെ എന്താണ് മിസാന്ത്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡ്രെഡ് ഓഫ് മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീമെയിൽസിൽ മാത്രം കാണുന്ന സിംറ്റംസ് അല്ല, അത് യൂഷ്വലി ഇവർക്ക് അധികം ആൾക്കാരെ കമ്പനി ഇഷ്ടമല്ല. ഡ്രെഡ് ഓഫ് മെൻ ആണ്, അതാണ് അവർക്ക് ബേസിക്കലി ഉള്ളിലുള്ളത്. പക്ഷെ പുറമെ വളരെ എക്സ്ട്രോവേർട്ടായിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ടും ബിഹേവ് ചെയ്യും. മിസാന്ത്രോപ്പിക് ഫ്ലൈസ് ഈവൻ ഫ്രം ഹിസ് ഓൺ ചിൽഡ്രൻ
ഡിസ്ട്രസ്റ്റ്ഫുൾ, സസ്പീഷ്യസ് ആൻഡ് ഫോൾട്ട് ഫൈൻഡിങ്. വളരെ ഡോമിനറിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈക്കോപോഡിയത്തിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും അവരുടെ മൈൻഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെന്തായിരിക്കും, അവർക്ക് ബേസിക്കലി ഒരു ഇന്നഡിക്വേറ്റ് ആണെന്ന് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരെ വല്ലാതെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അയാൾ വളരെ സുപ്പീരിയർ ആണെന്ന് അയാൾക്ക് തന്നെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ എപ്പോഴും എന്തായിരിക്കും, ഡോമിനറിങ് ക്യാരക്ടർ ആയിരിക്കും. സോ മിസാന്ത്രോപിക്, flies even from his own children, distrustful, suspicious, fault finding, and oversensitive to pain, and the patient is beside himself. Oversensitive to pain ആണ്. ലൈക്കോപോഡിയം പേഷ്യൻ്റ് ഒരു ഹൈപ്പോകോൺട്രിയാക് പേഷ്യൻ്റ് കൂടിയാണ്. ദെൻ ഹീ ഈസ് ടയേർഡ്, ഫിസിക്കലി ടു വീക്ക് ആണ്, മെൻ്റലി ടു കീൻ, അല്ലെങ്കിൽ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അതായത് ഒരു പ്രൊഫഷണൽ വൈസ് നോക്കുമ്പോൾ ലൈക്കോപോഡിയം പേഷ്യൻ്റ് എപ്പോഴും കാണുന്നത് ലൈക്ക് അവർ ലോയർ ആയിരിക്കും, നല്ലൊരു ലോയർ ആവാം. പക്ഷെ അവർക്ക് ചില പ്രത്യേകതകളുണ്ട്, അത് നമ്മൾ അടുത്തതിൽ പറയാം. ഒരു ലോയർ ആവാം, അതല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കർ, പൊളിറ്റീഷ്യൻസ്. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ലൈക്കോപോഡിയത്തിൻ്റെ പൊളിറ്റീഷ്യൻസ് എടുത്താൽ മതി. കാരണം എന്താണ്, അവർ ഒരു സൂപ്പർഫിഷ്യൽ റിലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരുമായിട്ട് അവർക്കൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻ ഉണ്ടാവില്ല. എല്ലാവരും ഒരു സോപ്പിട്ട് ഇങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് ഇങ്ങനെ ഡോമിനറിങ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടർ, പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു മെഡിസിനാണ് ലൈക്കോപോഡിയം. He is tired. He has a tired state of mind, a chronic fatigue and forgetfulness. ഈ ഫോർഗറ്റ്ഫുൾനെസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇവർക്ക് ഈ യൂത്തിനകത്ത് ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള പല ഗ്രീഡി, അവാരിഷ്യസ് ഒക്കെ ആയിട്ടുള്ള അങ്ങനെ കുറേ മെൻ്റലി അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കാണ് അവർക്ക് ഈ ഫോർഗറ്റ്ഫുൾനെസ് വരുന്നുള്ളൂ. അല്ലാതെ അവർ തുടക്കത്തിലേ തന്നെ ഒരു ഫോർഗറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഫെയിൽഡ് പേഴ്സണാലിറ്റി അല്ല. അവർ ഇൻ്റലക്ച്വലി നല്ല കീൻ ആയിട്ടുള്ള ആൾക്കാരാണ്. പല ഇൻസിഡൻസും കൊണ്ട് അവർ അവരുടെ അടുത്ത ലേറ്റർ ഹാഫ് ഓഫ് ദ ലൈഫിലാണ് അവരിൽ ഈ ക്രോണിക് ഫട്ടീഗ് ആൻഡ് ഫോർഗറ്റ്ഫുൾനെസ് ഡെവലപ്പ് ചെയ്യുന്നത്. And aversion to undertake anything new, and aversion to appear in any new role, and aversion to his own work. Even his own വർക്കിനോട് ഒരാൾക്ക് അവേർഷൻ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ, എ ലോയർ കനോട്ട് തിങ്ക് ഓഫ് അപ്പിയറിംഗ് ഇൻ ദ കോർട്ട് ആൻഡ് ഹീ പ്രോക്രാസ്റ്റിനേറ്റ്സ് ആൻഡ് ഹീ ഡിലേസ് അണ്ടിൽ ഹീ ഈസ് ഒബ്ലൈഗ് ടു അപ്പിയർ ബിക്കോസ് ഹീ ഹാസ് എ ഫിയർ ദാറ്റ് ഹീ വിൽ സ്റ്റംബിൾ, ദാറ്റ് ഹീ വിൽ മേക്ക് മിസ്റ്റേക്സ്, ദാറ്റ് ഹീ വിൽ ഫോർഗെറ്റ്. അതായത് എസ്പെഷ്യലി ഇത് ലൈക്കോപോഡിയം പേഷ്യൻറ്റിന് നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഒരു പ്രൊഫഷനാണ് ലോയേഴ്സ്. അപ്പോൾ വളരെ ലോയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ അയാൾക്ക് ഈ ഒരു കേസ് ഉണ്ടെങ്കിൽ പല കേസുകളും അയാളിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കും, ഡിലേ ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. അങ്ങനെ അയാൾ എന്ത് ചെയ്തുകൊണ്ട് പ്രോക്രാസ്റ്റിനേറ്റ്സ്, അയാൾ ഡിലേ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഹി ഡിലേസ് അണ്ടിൽ ഹീ ഈസ് ഒബ്ലൈഗ് ടു അപ്പിയർ. പക്ഷെ ഒരു നിവൃത്തിയില്ല, അത് അപ്പിയർ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ മാത്രം അപ്പിയർ ചെയ്യും. പക്ഷെ നമ്മൾ ഈ പേഷ്യൻ്റ് വിചാരിക്കും അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ വൺസ് അയാൾ ആ കോർട്ടിലെത്തി അയാൾ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അയാൾക്ക് കോൺഫിഡൻസ് വരികയും അയാൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അയാൾക്ക് പലപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കാണുന്ന ആൾക്കാർ വളരെ നെർവസ് ആയിരിക്കും തുടങ്ങുന്നതിന് മുന്നേ, പക്ഷേ വൺസ് അയാൾ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ ഓക്കെ ആയിരിക്കും. അയാളുടെ ആ സിറ്റുവേഷനിൽ എത്തിക്കഴിയുമ്പോൾ അയാൾ ഓക്കെ ആവും, അയാൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. അതാണ് ലൈക്കോപോഡിയം പേഴ്സൺസ്. ഇങ്ങനെ ഫെയർഫുൾ ആയിട്ടുള്ള വേറെ മെഡിസിനാണ് സൈലീഷ്. പക്ഷേ ജലസീമി എന്നൊക്കെ പറഞ്ഞാൽ നെർവസ് ആണ്. പക്ഷേ ഇത് ഇവിടെ നെർവസ്നെസ് ഒക്കെ ഉണ്ടെങ്കിലും അയാൾ ആ സ്റ്റേജ്, അയാളുടെ സിറ്റുവേഷൻ വരുമ്പോൾ പേഷ്യൻറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിനെ മീറ്റ് ചെയ്യുന്നു. പക്ഷേ നെക്സ്റ്റ് ടൈം അയാൾക്ക് വീണ്ടും ഇതേ സിറ്റുവേഷൻ ആണെങ്കിലും ഇയാൾ അന്നപ്പോഴും നെർവസ് ആയിരിക്കും. അതാണ് ലൈക്കോപോഡിയം പേഷ്യൻറ്റ്. The lawyer cannot think of appearing in court and he procrastinates and he delays until he is obliged to appear because he has a fear that he will stumble, that he will make mistakes and he will forget. And yet when he undertakes it, he goes through it with ease and comfort. And this is a striking feature also of Silesia. No medicine have this fear so marked as these two. രണ്ട് മെഡിസിൻസ് ആണ് അങ്ങനെ പറയുന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പേ ഭയങ്കര ടെൻഷൻ, വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവുന്ന മെഡിസിൻസ് ആണ് ലൈക്കോപോഡിയം ആൻഡ് സൈലീഷ്യ. ദെൻ നെക്സ്റ്റ്, ഹി ഹാസ് എ വെരി ഓഫൺ അവേർഷൻ ടു കമ്പനി ആൻഡ് യെറ്റ് ഹി ഡ്രെഡ്സ് സോളിറ്റ്യൂഡ്. പറഞ്ഞ അയാൾക്ക് കമ്പനി അവേർഷനാണ്, പക്ഷേ ഡ്രെഡ് സോളിറ്റ്യൂഡാണ്. അപ്പോൾ സോളിറ്റ്യൂഡിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടാത്ത ധൈര്യവും ഇല്ല. കവേർഡൈസ് അയാളുടെ ബേസിക് തീമാണ്. പിന്നെ എന്താണ്, അയാൾക്ക് കമ്പനി അത്രയും ഡിസയർ അല്ല, അത് മിസാന്ത്രോപിക് ആണ്. ഹി ഈവൻ ഫ്ലൈസ് ഫ്രോം ഹിസ് ഓൺ ചിൽഡ്രൻ. ഇൻ ലൈക്കോപോഡിയം പേഷ്യൻറ്റ് യു സീ ദാറ്റ് ഷീ ഡ്രെഡ്സ് ദ പ്രസൻസ് ഓഫ് ന്യൂ പേഴ്സൺ. അതായത് ഇവരുടെ ലേഡീസിൻ്റെ ലൈക്കോപോഡിയം ലേഡീസിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ആൾക്കാർ ഇഷ്ടമല്ല, പക്ഷേ പുറമെ വളരെ എക്സ്ട്രോവേർട്ടായിട്ട് ബിഹേവ് ചെയ്യും. പിന്നെ ഇവരിൽ കാണുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ അവർ സറൗണ്ട് ചെയ്തിരിക്കുന്ന പീപ്പിൾസ്, ലൈക്ക് ഇപ്പോൾ അയാളുടെ വീട്ടിൽ അയാൾ കംഫർട്ടബിളാണ്, അയാളുടെ വീട്ടിൽ അമ്മ, അച്ഛൻ, അയാളുടെ ഫ്രണ്ട്, അവർക്ക് ഫെമിലറായ ആ ഒരു കംഫർട്ട് സോണിൽ മാത്രമേ അവർക്ക് പറ്റൂ. ഒരു ന്യൂ പേഴ്സൺ അവിടെ എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഡിസ്കംഫർട്ടായിരിക്കും.
a new person or the coming in of a friend or visitor, she wants to be only with those who are constantly surrounding her and does not want to be entirely alone, and want to feel that there is somebody else in the house but does not want company and does not want to be talked to. ഇങ്ങനെയാണ് ഈ ലൈക്കോപോഡിയം പേഷ്യൻറ്റ്. അതായത് ഒരാൾ അടുത്തുണ്ടാവണം, പക്ഷേ അയാളോട് സംസാരിക്കാനൊന്നും പറ്റില്ല. ജലസീമിയ പേഷ്യൻറ്റിന് ഈ ഹി ഡസ് നോട്ട് വാണ്ട് ടു ടോക്ക്, ഈവൻ ഹി ഡസ് നോട്ട് വാണ്ട് ടു ടോക്ക് ആണ്. പോരാത്ത എന്താണ്, ഹി കാൻ ടോളറേറ്റ് ഹിം ഈവൻ ദോ ദ പേഷ്യൻറ്റ് ഈസ് റിമൈനിങ് സൈലൻറ്റ്. അയാൾ സൈലൻ്റ് ആണെങ്കിൽ പോലും അയാൾ ടോളറേറ്റ് ചെയ്യാത്ത ആളാണ് ജലസീമിയ പേഷ്യൻറ്റ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അടുത്ത റൂമിലെങ്കിലും ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ഡ്രഡ് ഓഫ് സോളിറ്റ്യൂഡാണ്, പക്ഷേ അതേപോലെ തന്നെ അവേർഷൻ ഫോർ കമ്പനിയുമാണ്. പിന്നെ ടാസിറ്റേണിറ്റി, വെരി ഗ്ലാഡ് ടു ഫീൽ ദർ ഈസ് സംബഡി എൽസ് ഇൻ ദ ഹൗസ് ആൻഡ് ദർ ഷീ ഈസ് നോട്ട് അലോൺ. ഈ അവരുടെ ടാസിറ്റേണിറ്റിയാണ്, അവർക്ക് ആ ഒരു കമ്പനി അവേർഷനാണ് കാണിക്കുന്നത്. പക്ഷേ എന്താണ്, ഷീ വിൽ ബി വെരി പ്ലീസ് ടു നോ ദാറ്റ് ദർ ഈസ് സംവൺ എൽസ് ഇൻ ദ റൂം. നെക്സ്റ്റ് ലൈക്കോപോഡിയം പേഷ്യൻ്റ് വെരി സെൻസിറ്റീവ് ആണ്, വീപ്പിംഗ് നേച്ചറാണ്. എന്താ പിന്നെ പേഷ്യൻ്റ് ഈവൻ ക്രൈസ് വെൻ താങ്ക്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻ്റ് ഈവൻ ക്രൈസ് വെൻ താങ്ക്ഡ്. ദ ലൈക്കോപോഡിയം പേഷ്യൻ്റ് ഓഫൺ വീപ്സ് ഇൻ ആൻ ആക്ട് ഓഫ് റിസീവിംഗ് എ ഫ്രണ്ട് ഓർ മീറ്റിംഗ് ആൻ acquaintance. Then an unusual sadness with the weeping comes over with the patient when receiving a gift, and sensitive even cries when thanked. ഒരു കരച്ചിലിൻ്റെ ആളായിരിക്കും ലൈക്കോപോഡിയം പേഷ്യൻറ്റ്. ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം വരുമ്പോഴും കരയുക, അതേപോലെ ഒരാൾ താങ്ക് ചെയ്യുമ്പോൾ അയാൾ പ്ലീസ് ചെയ്ത് സംസാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴും ഇവർ അത്രയും സെൻസിറ്റീവാണ്. ആൻഡ് ഹി ഈവൻ ക്രൈസ് ഈവൻ താങ്ക്ഡ്. ഇനി ഇവരുടെ അടുത്ത് നമുക്കൊരു ഡെസ്പെയർ ആയിട്ടുള്ള പേഴ്സൺസ്. The lycopodium patient wakes in the morning with sadness, and there is sadness and gloom. This state precedes conditions of insanity, and finally suicidal states comes on, and an aversion to life. ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് ലൈക്കോപോഡിയം പേഷ്യൻറ്റിൽ നമ്മൾ ഈ ഫോർഗെറ്റ്ഫുൾനെസ്സും അവേർഷൻ ഫോർ വർക്കൊക്കെ കാണുന്നത്. അതല്ലെങ്കിൽ തുടക്കത്തിൽ ഇവരിൽ കുറച്ച് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് തന്നെയായിരിക്കും ഡെസ്പോണ്ടൻറ്റ്. ദെൻ ലൈക്കോപോഡിയം മെൻറ്റാലിറ്റി പറയുവാണെങ്കിൽ ലൈക്കോപോഡിയം ഹാസ് ടു മീറ്റ് ഹിസ് ഷെയർ ഹോൾഡേഴ്സ്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ബിസിനസ്സിലൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ തന്നെ എന്താ പറയുക, അവരുടെ ഉള്ളിൽ ഒരു ഇൻഫീരിയറിറ്റിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് പറ്റുമോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. പക്ഷേ അവർ അത് സർക്കംസ്റ്റാൻസിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അത് സക്സസ്ഫുൾ ആയിട്ട് പോവുകയും ചെയ്യും. ദ ലൈക്കോപോഡിയം ഹാസ് ടു മീറ്റ് ഹിസ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഹിസ് കോൺസ്റ്റിറ്റ്യൂൻസ് വിത്ത് ആൻ ഇമ്പോർട്ടൻറ്റ് സ്പീച്ച്. He knows that he will flounder and hesitate and forget his point, and is obsessed with the idea that he will make a mess of it. The dreaded moment arrives. He gets on to his legs and warms to his work and sails along in a blissful self-forgetfulness to sit down feeling that he has made the speech of his life. It was all joy and fluency, not only remembered all his points, but made new ones as he went along. But he will have the same terror next time unless he get his stimulus, because he is lycopodium. തുടക്കത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ വൺസ് ആ സ്റ്റേജ് അതല്ലെ ആ സിറ്റുവേഷൻ അറൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വളരെ നന്നായിട്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും. അതെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് നമ്മൾ ലോയേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസിലൊക്കെ. അപ്പോൾ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതിനേക്കാളും നന്നായിട്ടൊരു സ്പീച്ച് ഹി വിൽ ബി പ്രസൻറ്റിങ് എ സ്പീച്ച് ഓഫ് ഹിസ് ലൈഫ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും നല്ലൊരു സ്പീച്ചൊക്കെ അയാൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രസൻറ്റ് ചെയ്ത ആൾക്ക്. പക്ഷേ എന്നാലും സെക്കൻഡ് ടൈം ഇയാൾക്ക് ഇതേപോലെ പബ്ലിക്കിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ നെർവസും ഇയാൾക്ക് ഈ ഒരു ഇന്നഡിക്കസി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ദ സെൻട്രൽ ഐഡിയ ഇൻ വിച്ച് ലൈക്കോപോഡിയം ഷോസ് ഇറ്റ്സെൽഫ് ഇൻ ദ ഏർലി സ്റ്റേജ് ഇൻ ഹിസ് റിലേഷൻസ് ടു സെക്സ്. എന്നാൽ ഞാൻ പറഞ്ഞു ലൈക്കോപോഡിയത്തിൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ തന്നെ ഫെയിലർ എന്നല്ല, ലൈക്കോപോഡിയത്തിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം സൂപ്പർഫിഷ്യൽ റിലേഷനാണ്. കാരണം ഹീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടേക്ക് ഇൻ എനി കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഒരു കമ്മിറ്റഡ് ആവുക, ലൈക്ക് ഒരു മാരേജിലേക്കൊക്കെ എൻഡ് ചെയ്യുക പറയുമ്പോൾ ലൈക്കോപോഡിയം പേഷ്യൻ്റ് എന്ത് സംഭവിക്കും, അവരവിടെ നിന്ന് മെല്ലെ സ്കിപ്പാവും. ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ലൈക്കോപോഡിയം. കാരണം അവർക്ക് പക്ഷേ എന്താ പറയുക, സെക്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഈ സെക്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പിൽ വരാനോ മാരേജിലൊന്നും ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അവരുടെ നേച്ചർ അനുസരിച്ച് ഇവർ എപ്പോഴും എന്തായിരിക്കും, അവർ സീക്ക് ചെയ്യുന്ന സൂപ്പർഫിഷ്യൽ റിലേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാതിരിക്കുകയും പക്ഷേ സെക്ഷൽ ഡിസയർ ഇവർക്ക് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ ലൈഫ് അങ്ങനെയായിരിക്കും ലൈക്കോപോഡിയം. The central idea in which lycopodium shows itself in the early stage in relationship to sex. The lycopodium patient seeks situations in which the desire for sexual gratification can be satisfied without having to face the personal responsibilities. It is commonly observed in such patients that there has been a long history of one-night stand in which the patient seeks satisfaction
ദെൻ വാക്സ് അവേ വിത്തൗട്ട് ഫർദർ റെസ്പോൺസിബിലിറ്റി. വൺ നൈറ്റ് സ്റ്റാൻഡിലൊക്കെ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാരായിരിക്കും പ്രോസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ പ്രിഫർ ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരായിരിക്കും. നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനി കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ മാരേജിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് എനി കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി. കാരണം ഇവർ മൊത്തത്തിൽ ഉള്ളിൽ എന്താണ് അവർക്കൊരു ഫിയറാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഅഡിക്വസി അവർക്ക് ഫീൽ ചെയ്യും. സെക്ഷലിയും തന്നെ അത്ര അവർക്കൊരു ഒരു ഇമ്പോർട്ടൻസി ഉണ്ട്, അത് ലാസ്റ്റ് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. Such a patient may also visit prostitute frequently as this contact implies no responsibilities. അവരുടെ സൂപ്പർഫിഷ്യൽ റിലേഷൻസ് ആണ്, സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി അവർ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് പോകും, പക്ഷേ അവർക്ക് റിലേഷൻഷിപ്പും കമ്മിറ്റ്മെൻറ്റ്സും ഒന്നും ഉണ്ടാവില്ല. The lycopodium patient sensing this feeling of inadequacy usually present strong, courageous, competent image to the world. അതായത് ഇങ്ങനെ ഇൻഅഡിക്വേറ്റ് ആണ് ഇൻറ്റേർണലി ഫീൽ ചെയ്യുന്നതെങ്കിലും പ്രസൻറ്റിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? യൂഷ്വലി പ്രസൻറ്റ് ആസ് സ്ട്രോങ്, കറേജിയസ്, ഒരു കമ്പീറ്റൻ്റ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും. But the bluff is called when the responsibility and the performance are required as in marriage. So it is in a marriage situation where the administration of lycopodium can have some of the most gratifying results. ചില ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ ലൈക്കോപോഡിയം പേഷ്യൻസ് എപ്പോഴും ലേറ്റ് മാരേജ് ആയിരിക്കും. കാരണം അവർക്ക് കോൺഫിഡൻസ് ഇല്ല മാരേജിൽ. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകും. പിന്നെ സൂപ്പർഫിഷ്യൽ റിലേഷനിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് ആ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അറ്റംപ്റ്റ് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നെങ്കിൽ ഇവരെന്തെങ്കിലും ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതെ ഒരു ബ്രഹ്മചാരിനെ പോലെ ജീവിക്കും. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു മനസ്സിൽ അങ്ങനെ ഒരു സിൻസിയർ ആയിട്ടുള്ള പേഴ്സൺ അല്ല. അവർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളതും സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ അവരുടെ ഡിസയറാണ്. പക്ഷെ അവർക്ക് ഇൻറ്റേർണലി ഒരു ഇൻഅഡിക്വേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവരതിന് അറ്റംപ്റ്റ് ചെയ്യാത്തത് ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ. By attempting to avoid responsibility, the patient may decide to become celibate. Celibate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മചാരി എന്നാണ് കേട്ടോ. Now constantly obsessed even more strongly by the sexual thought after an years of discipline, the most pious celibate may break down with surprising ease once an opportunity is presented. വലിയ കള്ളസന്യാസിമാരാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരുടെ ശരിക്കുള്ള സ്വഭാവം പുറത്ത് വരുന്നതാണ്. Then the second stage of development of lycopodium patient become dictatorial and tyrannical with those who can be controlled. അത് ലൈക്കോപോഡിയത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്. വെച്ചാൽ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജിൽ എന്താ ഈ പേഷ്യൻറ്റ് ഇയാൾക്ക് ബേസിക്കലി ഇയാൾ വളരെ ഇൻഅഡിക്വേറ്റായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇയാൾക്ക് പുറമെ നല്ല എക്സ്ട്രോവേർട്ടായിട്ട് കാണിക്കുകയും വേണം. അപ്പോൾ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ വരുന്നവരെ മാത്രം അയാൾ എന്ത് ചെയ്യും? അയാളെക്കാളും ഇൻഫീരിയർ അയാൾ വളരെ കൺട്രോൾ ചെയ്ത് ഡോമിനേറിങ് ആയിരിക്കും. പക്ഷേ അയാളെക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരോട് വളരെ ഡീസൻ്റായിട്ട് അങ്ങനെ വളരെ മൈൽഡായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. അതായത് ബോസിൻ്റെ അടുത്തൊക്കെ വളരെ നല്ല റിലേഷൻസ് ആയിരിക്കും. പക്ഷേ വീട്ടിൽ വന്നാൽ വൈഫിനോടും കുട്ടികളോടും വളരെ റഫായിട്ട് ബിഹേവ് ചെയ്യും. കാരണം ഇയാളുടെ ഇൻഫീരിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസിനോട് ഡോമിനേറിങ് ആയിരിക്കും. പക്ഷേ ഇയാളെ കൺട്രോൾ ചെയ്യുന്ന പേഴ്സൺസിനോട് വളരെ പ്ലീസിങ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ അറിയാം. ടാക്ടിക്കലായിട്ട് അത് ഡീൽ ചെയ്യാൻ അറിയുന്നതാണ് ലൈക്കോപോഡിയം പേഷ്യൻറ്റ്. The second stage of development of lycopodium patient become dictatorial and tyrannical with those around who can be controlled. അതാണ് പറഞ്ഞത്. അതായത് ഇതിൻ്റെ എക്സാമ്പിൾ, എ മദർ മേ ബി സ്വീറ്റ് ടു ഹെർ നൈബേഴ്സ് ബട്ട് ടൈറാനിക്കൽ വിത്ത് ഹെർ ചിൽഡ്രൻ. ബൈ എക്സർട്ടിംഗ് പവർ ഓവർ അതേഴ്സ് സച്ച് പീപ്പിൾ അറ്റംപ്റ്റ് ടു ജനറേറ്റ് ദെയർ സെൻസ് ഓഫ് പേഴ്സണൽ പവർ ജസ്റ്റ് ആസ് ടൺ ഓഫ് അതേഴ്സ് ത്രൂ ലൈസ് ആൻഡ് എക്സാജറേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ദാറ്റ് ലൈക്കോപോഡിയം കവേർഡൈസ് ബിക്കം മോർ ഇൻറ്റൻസ്. അത് പിന്നെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കഴിവില്ല, ഇവർ ഇൻഅഡിക്വേറ്റ് ആണ് ഇവർക്ക് ഫീൽ ചെയ്യുമ്പോഴും ഇവർ കുറേ കള്ളങ്ങൾ പറയാൻ തുടങ്ങും. ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു എക്സാജറേഷൻ അവർക്ക് അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും. അവരിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ ഒരു ഇമേജ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അത് അവർ നന്നായിട്ട് അത് കോഷ്യസ് ആയിരിക്കും. അവർ ഇൻ്റലക്ച്വലി വളരെ കീനാണ്. അത് ഫ്ലോപ്പായി പോകാൻ വളരെ കുറച്ച് സിറ്റുവേഷൻസ് അല്ലേ ഫ്ലോപ്പാണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. Then lycopodium patient can be anxious about health to the point of hypochondriasis. The fear and anxieties affect mostly the gastrointestinal tract. അതുകൊണ്ട് തന്നെ കുറേ GIT സിംറ്റംസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു സോർ റെക്ടേഷൻ, ഫ്ലാറ്റ്ലൻസ്, അങ്ങനത്തെ കുറേ സിംറ്റംസ് ഉണ്ട് ലൈക്കോപോഡിയത്തിൻ്റെ. അപ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ ഹൈപ്പോകോൺട്രിയാസിസ്. ഇനി അടുത്ത സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേനും, ഇൻ ദ തേർഡ് സ്റ്റേജ് ദ പ്രൊലോങ്ഡ് ഡിസിപ്പിയേഷൻ ഓഫ് എനർജി either in search of sexual gratification or in struggling with the attempt to control through celibacy, finally resulting in a deterioration of mental function. ഈ മെൻ്റൽ ഫങ്ഷനിൽ ഇവർക്ക് എക്സസീവ് ആയിട്ടുള്ള സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓരോ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഫാമിലി ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം ഇവർ ഇൻഅഡിക്വേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ബോത്ത് മെയിലിനും ഫീമെയിലിനും ഫാമിലി ലൈഫ് ഇവരുടേത് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അത് ഇമ്പോർട്ടൻസി വരുന്നുണ്ട്. അത് ലേറ്റർ സ്റ്റേജ് ഡെവലപ്പ്. അതിൻ്റെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എക്സസീവ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് കൊണ്ട് വരുന്നതാണ്. അത് എക്സസീവ് ആയിട്ടുള്ള
prolonged dissipation of energy either in search of sexual gratification or in struggling with attempt to control it through celibacy, finally resulting in deterioration of mental functions. അതിന് ഫോർഗറ്റ്ഫുൾ ആവാം, പിന്നെ അവർക്ക് കറക്റ്റായിട്ട് വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത, എഴുതി കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെയൊക്കെയുള്ളൊരു അവസ്ഥ. ഇത് ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ്. തുടക്കത്തിൽ ഒരിക്കലും ലൈക്കോപോഡിയം പേഷ്യൻ്റ് അങ്ങനെയല്ല. അയാൾക്ക് നല്ല ഇൻ്റലക്ച്വലി കീൻ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. പക്ഷേ അയാളുടെ പല സ്റ്റേജ്, പല പതോളജിക്കലായിട്ട് നമ്മളിത് പറയുവാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജ് എത്തുമ്പോഴാണ് ഇയാൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ബേസിക് തീം ഓഫ് ലൈക്കോപോഡിയം പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കവേർഡൈസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കവേർഡൈസിൻ്റെ പോലെ തന്നെ വരുന്നതാണ് എന്താണ്? ഈസ് അഫ്രൈഡ് ടു ടേക്ക് എനി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ന്യൂ കമ്മിറ്റ്മെൻറ്റ്സ്, അതല്ലെങ്കിൽ ന്യൂ റോൾ, അതല്ലെങ്കിൽ പുതിയൊരു ഇതിലായിട്ട്. അത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോകോൺട്രിയക്കാണ്. പിന്നെ സെക്ഷലി ആയിട്ടുള്ള റിലേഷൻസ്, സൂപ്പർഫിഷ്യൽ റിലേഷൻ ആയിരിക്കും, ഡീപ്പായിട്ടായിട്ടൊരു റിലേഷൻ കീപ്പ് ചെയ്യില്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ ഇത്രയും ഈ ഇൻഎഡ്യൂക്കേറ്റ് ഫീലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പേഷ്യൻറ്റ് നെക്സ്റ്റ് ഫേസ് ആകുമ്പോഴേക്കും ഡോമിനറിങ് ആയിട്ടുണ്ട്. ഡോമിനറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേഴ്സ് ദ പേഴ്സൺസ് വിച്ച് ഹി ക്യാൻ കൺട്രോൾ. അയാളുടെ കൺട്രോളിലുള്ള ആൾക്കാരെ ഇയാൾ ഡോമിനർ ചെയ്യും, മറ്റേ ആൾക്കാരോട് പ്ലീസ് ചെയ്യാനും ശ്രമിക്കും. ഇതാണ് ബേസിക്കലി ഒരു ലൈക്കോപോഡിയം പേഴ്സണാലിറ്റി. ഈ ലൈക്കോപോഡിയം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലൊരു പൊളിറ്റീഷ്യനും ഒരു ലോയറിനെയൊക്കെ വെക്കുക. പൊളിറ്റീഷ്യൻ്റെ സ്വന്തം ആ ഒരു ഇതാണ് കൂടുതലായിട്ടും ലൈക്കോപോഡിയത്തിൽ. നമ്മൾ കെൻസ് ലെക്ചേഴ്സും വിതോൾക്കസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കെൻസ് ലെക്ചേഴ്സും വിതോൾക്കസും വായിക്കാം. ഓക്കെ.